നമസ്കാരം. നിർലജ്ജനായ ഭവാൻ എന്തൊരു മഹാപാപി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗതമ മഹർഷി ദേവേന്ദ്രനെ ശപിച്ചു വിട്ടത്. തൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ വന്ന ദേവേന്ദ്രന് ഗൗതമ മുനി കൊടുത്ത ശിക്ഷയായിരുന്നു അതികഠിനം. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം നീ 1000 ജനനേന്ദ്രിയങ്ങളുള്ളവനായി തീരട്ടെ എന്നായിരുന്നു ശാപം. രാമായണത്തിൽ അഹല്യാമോക്ഷം വായിച്ചവർ മറക്കില്ല മേൽപ്പറഞ്ഞതൊന്നും. 5000 കാമുകിമാരുള്ള ഒരുത്തനോട് നീ സഹസ്രഭകനായി തീരട്ടെ എന്ന് ഏതെങ്കിലും ഭർത്തൃമാമുനി ശപിച്ചാൽ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അങ്ങനെ ശാപം കിട്ടി പത്തനാപുരം ദിക്കിൽ വന്നു പിറന്നവനാണ് നമ്മുടെ കഥാനായകൻ. നേരവും കാലവും നോക്കി സഹശയനത്തിന് കാമുകിമാരെ ഓരോരുത്തരെയായി ഭാര്യയില്ലാത്ത നേരം നോക്കി അവൻ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു. സഹശയനത്തിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ കട്ടിൻകാലും അവനെ ശപിച്ചു. നീ എവിടെ പരിപാടി നടത്തിയാലും അത് 10 ആൾ അറിയട്ടെ. അങ്ങനെ ശാപങ്ങൾ ഒന്നിനു മീതെ ഒന്നായി ശിരസിലേറ്റി നടക്കേണ്ട ദുർഗതിയിലായി നമ്മുടെ പരമൻ പത്തനാപുരം. എത്ര നാറിയാലും അഹോ എന്തൊരു വാടയുള്ള വാസന എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാനുള്ള അവൻ്റെ അപാരമായ തൊലിക്കെട്ടിയെ സമ്മതിച്ചു കൊടുക്കണം. ഇപ്പോൾ കുഴപ്പമെല്ലാം മലയാളികൾക്കായി. ഒളിഞ്ഞുനോട്ടത്തിൻ്റെ അസുഖമാണത്രേ അവർക്ക്. പ്രണയമില്ലാത്തവർ പൊട്ടന്മാരാണ്. നെഹ്റുവിനും വാജ്പേയിക്കും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്കും പ്രണയമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിലേക്കൊക്കെ ഉയർന്നോ ഈ ഗണേശൻ? പെണ്ണുങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റി ഭാര്യയുടെയും കാമുകൻ്റെയും ഒക്കെ തല്ല് വാങ്ങിയിട്ടുണ്ടോ ഗണേശ നെഹ്റു? അതോ കാമുകിയുടെ ഭർത്താവ് വീട്ടിൽ കയറി തല്ലിയോ? മാധവിക്കുട്ടി ഗണേശനോട് പറഞ്ഞു പോലും എപ്പോഴും നല്ല ചൂടുള്ള പ്രണയം വേണമെന്ന്. നല്ല ചുട്ടയടി കരണക്കുറ്റി നോക്കി കിട്ടുമ്പോൾ മാറാവുന്ന സൂക്കേടാണ് ഗണേശ ഇത്. വ്യഭിചാരത്തിന് പിടികൂടി തെങ്ങിൽ കെട്ടിയിട്ട അവസ്ഥയിലും കാമകിങ്കരൻ പറയുകയാണ് എനിക്ക് ഭയങ്കര പ്രണയമാണെന്ന്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കട്ടിലിൽ കിടക്കുന്ന ഗണേശൻ്റെ പുതപ്പ് മാറ്റി പടമെടുത്ത് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇവന്മാരെ സമ്മതിച്ചു കൊടുക്കണം. ഈ മുതലല്ലായിരുന്നോ മിനിഞ്ഞാന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് സദാചാര ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്? കയ്യാല ചാടുന്നവനെ കയ്യോടെ പുറത്താക്കണമെന്നായിരുന്നു ആവശ്യം. ഗണേശൻ എന്തായാലും കയ്യാല ചാട്ടമില്ല, കട്ടിലിൽ കിടപ്പേ ഉള്ളൂ. സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ആണത്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കാമുകിമാരെ ഉപദ്രവിക്കരുത് എന്നേ ഉള്ളൂ. അനാശാസ്യം പിടികൂടിയ ഭാര്യയെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കാം. UDFിൻ്റെ കാലത്ത് യാമിനി തങ്കച്ചിയായിരുന്നു ഗണേശൻ്റെ ഭാര്യ. അവർ അനുഭവിച്ചതൊക്കെ ജനം കേട്ടു. കാമുകിയുടെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിൽ കയറി തല്ലി താഴെയിട്ടു. മുട്ടിലിഴഞ്ഞ പരമൻ പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാലിൽ വീണ് മാപ്പി ചോദിച്ചു. ഇത് കണ്ട ഭാര്യ ചോദിച്ചു, എന്താ ചേട്ടാ ഞാനീ കാണുന്നത്? ഇവിടെ എന്താ നടക്കുന്നേ? അതോടെ അടച്ചിട്ട മുറിയിൽ കയറി അവരെ തല്ലിച്ചതച്ചു. മന്ത്രിസ്ഥാനം പോയി. അതിൻ്റെ പകയായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടിയോട്. അന്ന് ഗണേശനെ രാജിവെപ്പിക്കാൻ നടന്ന പിണറായി വിജയൻ ചോദിച്ചത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്നായിരുന്നു. കാലം മാറി, പിണറായി ഭരണത്തിൽ വന്നു. ഗണേശൻ സ്വന്തക്കാരനായി. നിങ്ങളുടെ മകളാണല്ലോ ഇപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്നത്. ഗണേശൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് കരഞ്ഞു പറഞ്ഞ ആ പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സ്ത്രീലമ്പടനും ആഭാസനും ഭാര്യമാരെ തല്ലുന്നവരുമായ ഒരുത്തനെ മടിയിലെടുത്തു വെച്ചുകൊണ്ടാണ് അങ്ങയുടെ സ്ത്രീ സുരക്ഷ. പൈങ്കിളിക്കപ്പ് കടിച്ചു പിടിച്ച് അതിജീവിതകളുടെ രക്ഷകനായി ചമയുന്ന പിണറായി ഈ വിഷയത്തിൽ എന്തു ചെയ്തു? മകൾക്കപ്പോൾ മാസപ്പടി വാങ്ങൽ മാത്രമല്ല, പരാതി ഒതുക്കലുമുണ്ടോ പണി? മകളുടെ ഭർത്താവ് ഈ വിവരം അറിഞ്ഞായിരുന്നോ? ഗാർഹിക പീഡനമെന്ന് പറഞ്ഞാൽ സഹിക്കുന്നയാളല്ല മിസ്റ്റർ മരുമകൻ. ഉടനടി നടപടിയാണ്. പരാതി മകൾ അച്ഛനോട് പറഞ്ഞായിരുന്നോ? ഗണേശൻ തേണ്ടച്ച ഭാര്യയെ തല്ലിക്കൊല്ലാൻ തുടങ്ങുന്നു, വേഗം പോയി രക്ഷിക്കുക എന്ന് പറഞ്ഞോ? അതോ അങ്ങനെ പറഞ്ഞിട്ടും പിണറായി ഗൗനിച്ചില്ലേ? അങ്ങ് ദൂരെ കാനഡയിൽ നിന്നും ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെതിരെ ഇമെയിലിലാണ് ലൈംഗിക പരാതി വന്നതെങ്കിൽ അതിജീവിതയുടെ വരവിനായി കാത്തിരിക്കുമായിരുന്നു മുഖ്യമന്ത്രി. എന്തൊരു നടപടി വേഗമായിരുന്നു അന്ന്. അല്ല സാറേ, ഏത് പാതിരാത്രിയിലും ആഭാസന്മാരെ കതക് ചവിട്ടി തുറന്ന് പിടിച്ചിറക്കുന്ന പൂങ്കുഴലി സ്ഥലത്തില്ലേ? 3 കാമുകിമാരെ പ്രാപിച്ചവൻ സെക്ഷൽ പെർവർട്ട്, കാസനോവ, അഗ്നിവർണ്ണൻ. 5000 കാമുകിമാരെ കസ്റ്റഡിയിൽ വെക്കുന്നവനും ഭാര്യയില്ലാത്ത നേരം നോക്കി അവരെ വീട്ടിലേക്ക് വിളിച്ച് അനാശാസ്യം നടത്തുന്നവനും എന്തു പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്? കാമഭ്രാന്തനോ മനോരോഗിയോ? പക്ഷേ അവൻ ഇടതുപക്ഷത്താണെങ്കിൽ പുരോഗമനവാദികളായ സഖാത്തികൾക്കും വനിതാ കമ്മീഷനും പൂക്കാസായിക്കും അഭിമാന നിമിഷങ്ങളാണ്. എഴുത്തച്ഛൻ ഗൗതമ മുനിയെ കൊണ്ട് ദേവേന്ദ്രനെ വിളിച്ചത് നിർലജ്ജനായ മഹാപാപി എന്നാണ്. ഈ നിർലജ്ജനാണ് വന്ധ്യവയോധികനായ VSനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചത്. അന്നും സഖാക്കൾ മിണ്ടിയില്ല, ഇന്നും സഖാക്കൾ മിണ്ടുന്നില്ല. ഒരുത്തനും കോഴി കൂവണ്ട, തൊട്ടിലാട്ടുകയും വേണ്ട.
ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോറും നീട്ടണ്ട, മഹിളാമോർച്ചയ്ക്ക് താരാട്ടുപാട്ട് മറന്ന അവസ്ഥയാണ്, പിണറായിക്ക് കപ്പ് കടിക്കണ്ട, അതിജീവിതയ്ക്കൊപ്പം എന്ന ടാഗ് ലൈൻ ഇല്ല, അയ്യോ അത് കുടുംബ പ്രശ്നമാണല്ലോ, നമ്മൾ ഇടപെടരുത്, പിങ്കി പോലീസ് അല്ല കാക്കി പോലീസ് ആയാലും നോക്കി നിൽക്കാനേ പാടുള്ളൂ, ആ മുറിയിൽ അവരെ മന്ത്രിയും സ്റ്റാഫും കൂടി തല്ലിക്കൊന്നാൽ അകത്ത് കയറി നടപടി തുടരാം, 112 വിളിച്ച് കരയുന്നതെല്ലാം വട്ടുപിടിച്ച പെണ്ണുങ്ങളാണെന്ന് ഗണേശൻ കണ്ടെത്തി കഴിഞ്ഞു. സത്യത്തിൽ ഈ മനുഷ്യൻ്റെ ഒരു മഹാഭാഗ്യം നോക്കണേ. ആദ്യ ഭാര്യ തൻ്റെ അനുഭവങ്ങൾ വർണ്ണിച്ച് 25 പേജ് പുസ്തകം അടിച്ചു പോലും അത് നാട്ടിലാകെ വിതരണം ചെയ്തു. പക്ഷേ പത്തനാപുരത്തുകാർ സ്നേഹമുള്ളവരാണ്. നീ പോടി, ഞങ്ങളുണ്ട് ഗണേശൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ് 10,000 വോട്ടെടുത്ത് കയ്യിൽ കൊടുത്തു. എന്തായാലും പത്തനാപുരത്തുകാരുടെ യോഗമാണ് ഈ ഗണേശൻ. ഭാര്യയെ തല്ലിച്ചതയ്ക്കുന്നവന് വോട്ട് വാരിക്കോരി അവർ കൊടുക്കും. ഇക്കുറി ചിലപ്പോൾ 1,00,000 ഗണേശൻ്റെ ഭൂരിപക്ഷം. UDF വരുമ്പോഴും LDF വരുമ്പോഴും ഗണേശൻ ഓരോരോ ഭാര്യമാരാണ്. കാമുകിമാർ 5000 പേരെ. ഉമ്മൻചാണ്ടി വന്നാലും പിണറായി വന്നാലും ഗണേശൻ ഭാര്യയെ തല്ലും. അതിജീവിതമാരെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന പിണറായിക്ക് അങ്ങനെയൊന്നും ഭാര്യമാരെ തല്ലുന്നതിൽ ഇടപെടുന്നതിൽ വലിയ സന്തോഷമൊന്നുമില്ല. ഗണേശൻ്റെ ആനകൾ പോലും മുതലാളിയുടെ മറ്റേ കഥകൾ കേട്ട് തലപൊക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ആനകളൊക്കെ കാട്ടിൽ പോലും ഏകപത്നി വ്രതക്കാരാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ദിവസമായിരുന്നു. കീഴൂട്ടെ കാമഭ്രാന്തൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു രാഹുൽ. ഗണേശൻ ഗതാഗത മന്ത്രിയാണ്, അല്ലാതെ KSRTC ബസ്സല്ല. കൈ കാണിക്കുന്നവരെല്ലാം വിളിച്ചു കയറ്റാൻ പോരെ. കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കുന്നുവെന്ന് ഗണേശൻ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ആരറിഞ്ഞു? പത്തനാപുരത്തുകാരെ നാണം കെടുത്തുകയല്ലേ ശരിക്കും ഈ ഗണേശൻ ചെയ്യുന്നത്? തൻ്റെ ഓരോ വ്യഭിചാര കഥകൾ പുറത്തു വരുമ്പോഴും അവരെനിക്ക് കൂടുതൽ ഭൂരിപക്ഷം നൽകുന്നു എന്നാണ് ഗണേശൻ പറയുന്നത്. രാഹുലിനെ ജയിപ്പിച്ച പാലക്കാട്ടുകാരെ ആക്ഷേപിച്ച് നടന്നവരായിരുന്നു സഖാക്കൾ. MLA സ്ഥാനത്ത് ഇരിക്കുമ്പോഴല്ല രാഹുല് ഗർഭമുണ്ടാക്കാൻ നടന്നത്. പക്ഷേ ഗണേശനോ മന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും അധികാര ദുർവിനിയോഗമാണ്. സർക്കാർ ശമ്പളം പറ്റുന്ന സ്റ്റാഫിനെ കൊണ്ട് ഭാര്യയെ തല്ലിക്കുകയും ചെയ്തു. ഒന്നാലോചിച്ചാൽ പിണറായി വിജയനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാലക്കേട് പിടികൂടിയിരിക്കുകയാണ്. സോളാറുകാരിയെ ഇറക്കിക്കളിച്ച് ഭരണം പിടിക്കാൻ പിണറായിക്ക് കൂട്ടുനിന്ന ഗണേശൻ തന്നെ ആ തലയിൽ ഭരണാവസാനത്തിൻ്റെ ഉദകക്രിയ ചെയ്യും. പെരുമ്പളം പാലവും പാറ പൊട്ടിക്കലും ഉദ്ഘാടന മഹാമേളകളും PR വർക്കുകളും പ്രമുഖ പത്രങ്ങളിൽ കൊടുത്ത ജാക്കറ്റ് പരസ്യങ്ങളും എല്ലാം പാഴാവുകയാണ്. കമ്പിക്കഥകളിലൂടെ ഭരണം നേടിയ പിണറായി ഇപ്പോൾ കോക്കോകൻ്റെയും വാത്സ്യായനൻ്റെയും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ്. വെറുതെയാണോ സുരേഷ് ഗോപി ഗണേശനെ മറ്റേ മോനെ എന്ന് വിളിച്ചത്? അതെന്നെ തന്നെയാണെന്ന് പുള്ളി സമ്മതിക്കുകയും ചെയ്തു. ഗണേശൻ്റെ രാജി ആവശ്യപ്പെടാൻ രാഹുലിന് എന്ത് യോഗ്യത എന്നാണ് മാപ്രകളും കമ്മികളും ചോദിക്കുന്നത്. എങ്കിൽ പിന്നെ യോഗ്യതയുള്ള മുകേഷും ശശിയും കടകംപള്ളിയും മാന്ത്രിക പൂച്ചയും രാജി ആവശ്യപ്പെടട്ടെ. കിണറേഷിന് ഇനി എന്ത് ക്യാപ്സൂൾ ഇറക്കാൻ കഴിയും? വനിതാ കമ്മീഷനും വനിതാ മന്ത്രിമാർക്കും ഒച്ചയടച്ചു. കഴുത്തുളുക്കിയ മന്ത്രിക്ക് വനിതാ ശിശുക്ഷേമത്തിൻ്റെ ചുമതലയുമുണ്ട്. അവരൊന്നും മിണ്ടുന്നില്ല. ശൈലജ കരയുന്നില്ല. വ്യാജ ഡോക്ടർമാരും വ്യാജ IASകാർക്കും മിണ്ടാട്ടമില്ല. മുഖ്യന് കടിക്കാൻ വേറൊരു കപ്പ് പണിയാൻ കൊടുത്തിരിക്കുകയാണ് കിണർ ഗോലു. എന്തൊക്കെ പറഞ്ഞാലും ഗണേശനെ രാജിവെപ്പിക്കാമെന്ന് പിണറായി വിജയൻ കരുതേണ്ടതില്ല. പഴയ കഥകളിൽ പൊതിച്ചിലഴിക്കാത്ത ചില രഹസ്യങ്ങൾ ഗണേശൻ പിണറായിക്കായി കരുതി വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ മകളുടെ പേരും വലിച്ചിഴക്കപ്പെട്ടു. കേരളത്തിൻ്റെ രക്ഷാപുരുഷൻ തിരുവായ തുറക്കുന്ന നേരം നോക്കി കാത്തിരിക്കുകയാണ് ജനങ്ങൾ.